ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള കൂവപ്പൊടി ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ്. ക്ഷീണത്തിനും ദാഹത്തിനൊക്കെ വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ കൂവപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കൂവപ്പൊടി ഞങ്ങളെ വീട്ടിൽ കൂവ ഉണ്ടായിരുന്ന സമയത്ത് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ കൂവയൊക്കെ വിരകിയെടുക്കുന്ന പോലെ അത്ര കട്ടിയിലൊന്നും കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് ചെറുതായി ഒന്ന് കുറുകിയാൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇന്ന് കൂവപ്പൊടിയുടെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജ്യൂസറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ബൂസ്റ്റാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ചേർക്കുന്നത്. ബൂസ്റ്റിൻ്റെ ഫ്ലേവർ കൂടി വരുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലോട്ടൊരു 6 ഏലയ്ക്ക തൊലി കളഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒഴിക്കുന്നത് 2 ഗ്ലാസ് ഇളം ചൂട് പാലാണ്. വളരെയേറെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കൂവപ്പൊടി ഡ്രിങ്ക് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് വേണമെങ്കിൽ തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്. ഈ ഒരു പൊരിഞ്ഞ വേനൽ ചൂടിൽ ശരീരത്തിന് വളരെയേറെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണിത്. ഇപ്പോഴത്തെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള കൂവപ്പൊടി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയേറെ ടേസ്റ്റി ആണ് കേട്ടോ കുടിക്കാൻ. ബൂസ്റ്റും അതുപോലെ തന്നെ ഏലക്കയും മിൽക്ക് മെയ്ഡൊന്നും ചേർക്കാതെ കൂവപ്പൊടിയും പാലും പഞ്ചസാരയും ഉപയോഗിച്ചിട്ടും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള കൂവപ്പൊടി ഡ്രിങ്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുപിട്ടാം. ഓക്കെ, ബൈ ബൈ.